മാപ്പി തോക്കാൻ ചന്ദ്ര. ഈ തീട്ട വണ്ടിയൊക്കെ റാലിക്ക് നിന്റെ ബഗ്ഗിനെ കൊണ്ടുവരാൻ ഞങ്ങൾ ഇനി. ഇതാർക്കാ? എനിക്ക് 1,32,000 ഓട്ടോ. DNF പാവം ഇല്ലേ? അതിശയത്തോടെ എനിക്ക് 1,30,000 വോട്ട്. അപ്പഴാണ് ക്വസ്റ്റ്യൻ കാണുന്നത് കേട്ടാ. DNF പാവോ ഇല്ലേന്ന്. ഞാൻ കഴിഞ്ഞ കുറച്ച് ഇതായിട്ട് ഞാൻ തരത്തില്ലേ തരത്തില്ല നിനക്ക്. എനിക്ക് കുറച്ച് കാര്യം. എത്ര പോയിന്റ് ഉണ്ട് നിനക്ക്? 2? എന്താ വണ്ടി തിരിച്ചു അപരാധികളെ ഒന്ന് പറയണ്ടേ? ഇതിവിടെ ഒരു രഘുലേ എന്റെ പോട്ടെ. വലിയ വളവൊക്കെ ഉണ്ട് രഘുലേ. അളിയ രഘുലേ അച്ഛൻ കാട്ടിനകത്ത്. നോക്കൂ രഘുലേ പതുക്കെ പോളിയാ. നമുക്ക് നമ്മളേ ഉള്ളൂ. നമുക്ക് இது எப்படி மிஸ் ஆயின்னு எனக்கு ஒன்றும் புரியல. ഇങ്ങനെയാണ് മിസ്സായത്. മനസ്സിലായില്ലേ? ഇതുപോലെ അളിയ എന്നാലും ട്രെയിൻ കൊണ്ടുപോയി. രഘുല്ല അറിഞ്ഞൂടാ കറങ്ങി അല്ലല്ല അല്ല കറങ്ങി പോയി മൊത്തം. പോരാ ഈ കളി പോയി. ചതിയാ ഞാൻ എനിക്ക് ചെക്ക് പോയിന്റ് പോയി. നമ്മളെ ഇടിച്ചു കഴിഞ്ഞ്. പതുക്കെ പറഞ്ഞ തെന്നുവേ. പതുക്കെ പറഞ്ഞ തെന്നുവേ. തെന്നു പറഞ്ഞ തെന്നും. ഇങ്ങനെ വണ്ടി എക്സ്ട്രാ എഞ്ചിൻ വെച്ചു കൊടുത്തിട്ടുണ്ടാ? തട്ട് കൊടുത്തിട്ടൊന്നും പറ്റില്ല വണ്ടിക്ക്. ഗിയർ ഷിഫ്റ്റിംഗ്. ബൈ. ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് പറഞ്ഞേ. എന്ത് പറഞ്ഞു ഇവിടെ? താങ്ക് യു. അതൊക്കെ ഏതെങ്കിലും കുഴിയിട്ട് പിടിക്കാൻ മരം. ഈ പേഷ്യൻസ് ആണ് നമ്മളെ വിജയിപ്പിക്കണേ ശരിക്കും പറയുകയാണെങ്കിൽ. അതെ ചന്ദ്ര ചവിട്ടി വന്നാൽ കൊള്ളാം.
എനിക്കത് കിട്ടിയില്ലടാ എന്റെ പൊന്ന്. കിട്ടിയില്ലത്. അപ്പൊ തന്നെ ധരിക്കാൻ ഞാൻ വേറെ ആരും ഇല്ലായിരുന്നു അടുത്ത്. മിസ്സായടാ അമ്മായി. മിസ്സായ നിങ്ങൾ എന്തിനാ ഇത്ര സപ്പോർട്ട് ചെയ്യണേ? എന്റെ വല്ല മിസ്സായി ഇതല്ലല്ലോ. അയ്യേ വേണമെങ്കിൽ വേണ പട്ടി മിസ്സാക്കി. എടാ നീയായിട്ട് ബാധിക്കുന്നില്ല ചന്ദ്ര. ഞാൻ എത്ര ചെക്ക് മാറ് കയറാൻ പോണില്ല. എന്തിനു പറയത്? ഇതെന്തിന്? ഈഗിളൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഡ്രിഫ്റ്റ് ചെയ്ത് വളച്ച് ഞാൻ മാൽദീവ്സിലെത്തിയടാ. എസ്കേപ്പ് എക്സ് അടിച്ചിട്ടൊന്നും വരുന്നില്ലല്ലേ? ഡ്രിഫ്റ്റ് ചെയ്തോണ്ട് പോയി കണ്ടായിരുന്നു. അതായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ. മറ്റൊരു ഹിറ്റ്മാനായിട്ട് വന്നോണ്ടിരിക്കോട്ടാ. സോയി വളർന്നു വരുന്നൊരു ഹിറ്റ്മാനാണ്. ഞാൻ അങ്ങനെ പറയരുത്. എവിടെ നിങ്ങൾ പോകുന്നാണെങ്കിൽ നിങ്ങൾ അടുത്ത് ഫസ്റ്റ് ഓൾ കേട്ടാ. ബ്രോ മാത്രം അത് പറയരുത്. ഞാനൊരു കുഴിക്കകത്ത് പോയടാ പൊലയാടി മോനെ. നീ എന്തീ പറയണേ? അതൊക്കെ നിന്റെ മിസ്റ്റേക്കാ, നമ്മുടെ ആരുടെ പ്രശ്നമല്ല. നീ കുഴിക്കകത്ത് പോയെങ്കിൽ നിനക്ക് ഓടിക്കറിയാത്തോണ്ട് നിനക്ക് ഓടിക്കറിയാത്തോണ്ട് അതാണ് പ്രശ്നം. അങ്ങേക്കരയില അമ്പിളി മാമനെ തൊളന്റെ മാറില്ല ഒറ്റ കിടക്കുന്ന നേരത്തെ ചെയ്തിരുന്നെങ്കിൽ സ്റ്റിയറിംഗ് എക്സും പറയൊന്നുമില്ല. പിന്നെ അതിന്റെ റീസെറ്റ് കാർ പൊസിഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതാ ഒന്നും വന്നില്ല. കാട്ടിന്റെ ഇടയ്ക്കൂടി ഇത് ആരുടെ ഇരിട്ടത് ഈ മാപ്പ്? ആ വെടലായിരിക്കും. ആ വിടറത്തലേ അരിയുണ്ട മോറൻ ഇല്ലല്ല എന്റെ അച്ഛനല്ല മാപ്പിട്ടെ, ഞാനാ. കാട്ടവരാതി. കാട്ടിലാടാ ഞാൻ ഉണ്ടാക്കി. നീ കാട് എന്റെ അടുത്ത് പ്രേമം എന്തിനാ എനിക്ക്? നിന്റെ പൊസിഷൻ അവിടെ പെർമനന്റ് അല്ലേ കളി? അതിൽ പിന്നെ എന്ത് മാറ്റം വരാനതില്ലേ? അതില് തോറ്റു പോയിട്ട് വർത്താനം പറയുന്ന ആൾക്കാരെയൊക്കെ കണ്ടോണ്ടിരിക്കാൻ നമുക്ക് അങ്ങനെ പറ്റില്ല. മാപ്പിന്റെ പ്രശ്നമാണ്. ചെക്ക് പോയിന്റ് മിസ്ഡ് കോച്ച്. എന്നാ നീ ഇന്നത്തോടെ നീ അച്ഛനാ വിളിക്കണം. സമ്മതിച്ചാ ഞാൻ ജയിക്കാം. സ്ട്രൈറ്റ് ഇട്ട് തരുമോ നീ എനിക്ക്? അതുമ്പാട് നീ 10,000 തരയും വേണം. എന്താടാ ഇവിടെ ഫാസ്റ്റ് പോറാൻ പോയി ഞാൻ സോയിക്കുള്ള അടുത്ത കളി. ഈകള് അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഒന്ന് ആലോചിച്ച് നോക്ക്. സോയി എന്നെ തട്ടി ഒന്നാമത് തന്നെ ഞാനായിരുന്നു. ഈകളെ ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്ന വഴിക്ക് പറ്റിയതാണത്. ചെയ്യുന്നതല്ല.
அவனுக்கு ஒரு மசாலா தோசையை கொடுங்கடா சும்மா தோசைன்றா അത് കൊള്ളാം ഇത് കൊള്ളാം. അയ്യോ 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 ഈ ഉടുപ്പ് മാറ്റി എന്റെ റൈഡിങ് ഉടുപ്പിടണം നിസാനല്ലേ നിസാൻ നിക്കറാ നിസാനാണോ എന്നെ ഇടിച്ചിട്ട് അവൻ പോയിട്ട് അവനെയും കയറ്റി വിട്ട് ഇങ്ങനെ പറയില്ലേ ഇല്ല ഇനി പറയും എപ്പോഴും പറയും അതെ ഞാൻ മനഃപൂർവ്വം അല്ലല്ലോ അത് അതെ മനഃപൂർവ്വം അടിച്ചാ നീ അത് ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്തിട്ട് എന്റെ വഴിക്ക് ചന്തി ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി അതിലെനിക്ക് നഷ്ടമായത് എനിക്ക് വലിയ നഷ്ടമായിരുന്നു അതിന് അല്ല നിന്റെ അച്ഛനെ കളഞ്ഞു എടാ അതൊക്കെ ഞാൻ പറഞ്ഞില്ല അതൊക്കെ കളി തുടങ്ങുമ്പോൾ ആദ്യത്തെ കളി മാത്രമേ ഉള്ളൂ കൈ ധരിക്കുന്നു എന്ന് പറയില്ല അത്രേ ഉള്ളൂ അതെല്ലാം എല്ലാ ഫോർസ ലൈവിലും അങ്ങനെയാ കൈ ധരിക്കുന്നു എന്ന് പറയില്ല റേസ് ഇട്ട് കൊടുക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റിലാവും കൈധരിപ്പ് മാറും 2 കളി കഴിയുമ്പോൾ ഇറങ്ങിപ്പോകും സ്ഥിരം ஐயோ நினைக்கிறேன் அப்பா மிஸ் பண்ணல மிஸ் பண்ணிடா மயிர் പള്ളി ஒழுங்கா உள்ள போயிட்டு கட்டடிக்கிறேன் கட்டடிச்சு ഒരിക്കലും പിടിക്കാൻ പറ്റില്ല അവൻ ഇനി ഏറ്റവും ഫ്രണ്ടിൽ ചില്ലായി പാട്ട് പറയാൻ പറ്റുമോ ബസ്സൊക്കെ ഓടിച്ചു പോകാനല്ലേ അളിയാ ഒന്ന് വെക്കിയൊക്കെ സൗണ്ട് കാണാൻ പറ്റുമോ ഇതിനെ
ചോദിച്ചാ എവിടെ പോയി എന്തെങ്കിലും വിളിക്കണം നിങ്ങള്. വണ്ടി കുന്ന വണ്ടി. അതൊക്കെ എന്ത് റൈഡർ റേസർ അതൊക്കെ സോവി നീ എടുത്താടാ അതിന് ഞാൻ അവിടെ കുറച്ചേരം കഴിഞ്ഞു. സോറി ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ അവരെ ഡൗൺ ആക്കി കോച്ചോടൊന്ന് മിസ്സായിടിച്ചാണ് സോവി എന്നെ ഇടിച്ച് തളട്ടാം. ആ ഞാൻ ഇടിച്ച്. അതെ അതെ എല്ലാരും നിനക്ക് ഞാൻ എന്തിനാണ് പോയി? സത്യം ഞാൻ തൊട്ട് പോലില്ല കോച്ചിനെ. ഓ രണ്ടുപേരും ഇവിടെ വന്ന് റീസെറ്റ് അടിച്ചല്ലേ നൈസ്. വേറൊന്നും ചെയ്യാനില്ല ബ്രോ. അതൊക്കെ കണ്ടിത്തരം. ഫെൻസിന്റെ ബാക്കിൽ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്യും? ഉമ്മച്ചടിക്കുമോ? മാച്ച് move ചെയ്തു. അതാ നിങ്ങള് വഴി കെട്ടിയിട്ടല്ലേ ഇപ്പുറത്തോടെ വഴി ഉണ്ടായിരുന്നല്ലോ. വഴി വെട്ടിയതാ അവിടെ നിന്ന് ട്രാക്കിന്ന് പോയതല്ലേ? ട്രാക്കിന്ന് ഒന്ന് അലക്കാണ്ടിരിക്കോ നമുക്കത് കളിക്കാൻ അവന്റെ കൊണയും സംസാരവും മനസ്സിൽ കളിച്ച് കോൺസെൻട്രേഷൻ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അവന്റെ കൊണ സംസാരം കൊണ വരാൻ പിന്നെ കളിക്കറിയാത്തവൻ താഴെ കിടന്നിട്ട് അവന്റെ ബാസറി കേട്ടോ അവന്റെ ജോപ്പാണെന്ന് ഒന്ന് കട്ടി വെച്ചോളെ കട്ടി വെച്ചോടെ കട്ടി ചെയ്യടാ. നിന്നെ ഞാൻ പണ്ണുകൂടാ നിന്നെ ഞാൻ. ഏറ്റവും താഴെ ഇവിടെ 50 സ്ഥലത്ത് ഇടിച്ച് കോർണറിൽ കിടന്നിട്ട് പോലും ഇതുവരെ അടുത്ത പോലും എത്താത്ത വാളും കളിക്കാൻ തുടങ്ങി മനസ്സിലുള്ള കോൺസെൻട്രേഷൻ കളിക്കുമ്പോ അവന്റെ തീട്ടം. നമ്മൾ കളിക്കുന്ന കളിയാണ് നീ കളിക്കുന്നത്. ഇല്ലടാ ഞാൻ നിന്നെ കളിച്ചോണ്ടിരിക്കണ്ട കുടിച്ചേർത്ത് ഈ പറമ്പിലിട്ട്. ഇല്ല പിള്ളേരെ കമന്റ് ചാടിയാ നോക്കൂ ചാടിയാ എന്റെ വണ്ടി മറിഞ്ഞടാ. വെരി സാഡ് ആയില്ലത്. കോച്ച് അതിൽ നിന്നും പെരിയ സാണ് കോച്ച്. ചെയ്യാൻ നമ്മ വന്നതൊക്കെ തേട് ഞാൻ പോയി കോച്ച് മിക്സ് ചെയ്തു. കോച്ച് കണ്ണെന്ന് കാണാൻ പോയ കോച്ച്. அது கண்டு சோ சாட். எங்க 2 பேருக்காரு நார்மலா போய் ஈகிள்து மட்டும் மறிச்சு அவள லைக் ഫ്ലിപ്പ് ആയി. ഈകള് ഞാനൊക്കെ DNF ആണോ? ഞാൻ DNF ഒന്നുമല്ല, ഞാൻ ഫിനിഷ് ചെയ്ത്. നീ DNF ആ, നീ രഘുൽ കണ്ടി. നിങ്ങൾ 2 കണ്ടികളാണ് DNF, മനസ്സിലായ? നീ അതിനകത്ത് എന്നെ പിടിക്കണ്ട. നീ DNF ആ കണ്ടി. ഓക്കെ മൈൻഡ് പോലും ഞാൻ ചെയ്യുന്നില്ല നിന്നെ. 5-4-2-1 കാരണം ഈകളെ